തെൽ അവീവ് നഗരത്തിലെ നിശാംബരങ്ങൾ പ്രകാശപൂരിതമാണ്. നക്ഷത്രങ്ങളെ കൊണ്ടല്ല, ഇറാനിൽ നിന്ന് വരുന്ന ബാലസ്റ്റിക് മിസൈലുകളെ കൊണ്ട്. ആ ബാലസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും ഇടയിൽ ഏക പ്രതിരോധ സംവിധാനമായി നിലകൊള്ളുന്നത് ഇസ്രായേലിൻ്റെ ലോകോത്തര എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നമ്മൾ കേട്ടിട്ടുള്ള അയൺ ഡോമിനും അപ്പുറം എന്തെല്ലാം എയർ സിസ്റ്റംസാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്, ഇസ്രായേൽ യൂസ് ചെയ്യുന്നത്. ഇറാൻ ഇത്രയും മിസൈലുകൾ അയക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത്തരം വിഷയങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഏതാണ്ട് 200ഓളം മിസൈൽ ദിനം പ്രതി ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട്. ഇത് മിസൈലുകൾ മാത്രമല്ല, മിസൈലുകൾ, ഡ്രോണ്, പിന്നെ വൺ വേ സൂയിസൈഡ് അറ്റാക്ക് ഡ്രോൺസ്, ഷഹീദ് 136 പോലുള്ള ഡ്രോൺസ്, റോക്കറ്റ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള അറ്റാക്കും, എയർ ബേസ്ഡ് അറ്റാക്ക് എല്ലാം ഇറാൻ ഇസ്രായേലിൻ്റെ മേൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധമാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായി ഡിപ്ലോയ് ചെയ്യുന്നതാണ്. എന്നാൽ ഇറാനിലെ ക്രിട്ടിക്കൽ സൈറ്റ്സ്, അവിടുത്തെ ആൾക്കാരുടെ ജീവൻ, ഇതിനെല്ലാം ഈ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇസ്രായേലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇൻ ദ വേൾഡാണ്. വളരെ കുറ്റമറ്റ രീതിയിലാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാലങ്ങളായി നമ്മൾ യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ചില തന്ത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ സുൽത്താൻ മെഹമ്മദ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയും അദ്ദേഹം അവിടെ ഫേസ് ചെയ്ത ചലഞ്ചസിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, കോൺസ്റ്റാന്റിനോപ്പിൾ തകർക്കാനായി ഏറ്റവും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവിടുത്തെ വോളായിരുന്നു, അവിടുത്തെ വലിയ കോട്ടമതിലുകളായിരുന്നു. ഈ കോട്ടമതിലുകൾ പല ലെയറായിട്ടായിരുന്നു അവർ കെട്ടിയിരുന്നത്. ആദ്യത്തെ ഒരെണ്ണം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നൊരെണ്ണമുണ്ട് അങ്ങനെ. നമ്മുടെ നാട്ടിലും പല കോട്ടകൾക്കും പല ലെയർ ഓഫ് കോട്ടമതിലുകളുണ്ടായിരുന്നു. അത് വെളിയിൽ നിന്ന് വരുന്ന അറ്റാക്കുകൾ ചെറുക്കുക, അല്ലെങ്കിൽ അറ്റാക്കുകൾ ഒരു മതിൽ ക്രോസ് ചെയ്താലും അടുത്ത മതിലിനവിടെ നിർത്തുക എന്നുള്ളൊരു ഐഡിയയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ സെയിം സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പല ലെയറിലായിട്ടാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ലെയറായിട്ട് നോക്കാം. ഈ ലെയറിൻ്റെ ഏറ്റവും ബോട്ടം മോസ്റ്റാണ് നമുക്കെല്ലാം ചിരപരിചിതമായ, നമ്മൾ കേട്ടിട്ടുള്ള അയൺ ഡോം സിസ്റ്റം. ഈ അയൺ ഡോം സിസ്റ്റത്തിന് ഏതാണ്ട് 50 മൈൽ വരെയുള്ള റേഡിയസിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് റേഞ്ചാണ്. അതായത് 50 മൈലുള്ള റേഡിയസിൽ വരുന്ന എന്ത് അറ്റാക്കിനെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഒരുപാട് ഹൈ ആയിട്ട് പോകുന്ന മിസൈൽസിനെയോ അല്ലെങ്കിൽ റോക്കറ്റ്സിനെയോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. താഴ്ന്നു വരുന്ന റോക്കറ്റ്, മിസൈൽസ്, ഡ്രോൺസ് എല്ലാത്തിനെയും ഈ അയൺ ഡോം സിസ്റ്റം ഹാൻഡിൽ ചെയ്യും. ഈ അയൺ ഡോം സിസ്റ്റം 2011 ഡെവലപ്പ് ചെയ്തത്. അമേരിക്കയുമായി ചേർന്ന് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ അയൺ ഡോം സിസ്റ്റത്തിന് പ്രധാനമായും 3 യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ഒരു ഇൻ്റർസെപ്റ്ററാണ്. ഈ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു റഡാർ പോലെ ഇരിക്കും. ഇതിങ്ങനെ ആകാശത്തേക്ക് തിരിച്ചു വച്ചിരിക്കും, ഒരു പ്രത്യേക സർക്കംഫറൻസ് ഏരിയ കവർ ചെയ്യാനായിട്ട്. അവിടെ വരുന്ന എന്ത് മിസൈൽ ത്രെറ്റ് വന്നു കഴിഞ്ഞാലും ഇത് നേരെ ഈ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് ഇത് അനലൈസ് ചെയ്യും. എത്ര സ്പീഡിലാണ് വരുന്നത്, എവിടെ കൂടെയാണ് ഇത് വരുന്നത്, ഇതിൻ്റെ കമ്മിങ് ഇൻ ആംഗിൾ എത്രയാണ്, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർ ഡിറ്റർമിൻ ചെയ്യും, ഈ കൺട്രോൾ യൂണിറ്റ് ഡിറ്റർമിൻ ചെയ്യും എവിടെയാണ് ഈ റോക്കറ്റ് അല്ലെങ്കിൽ ഈ മിസൈൽ പതിക്കാൻ പോകുന്നതെന്ന്. അതൊരു ജനവാസ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ലൊക്കേഷനിലോ ആണെങ്കിൽ മാത്രം ഫയറിംഗ് യൂണിറ്റ് മിസൈൽ ഫയർ ചെയ്യും. അല്ലെങ്കിൽ അത് ഒന്നും ഫയർ ചെയ്യില്ല. ആ വരുന്ന മിസൈൽ ഏതെങ്കിലും വെളിയും പ്രദേശത്ത് വീഴും. അതിനൊരു കാരണമുണ്ട്. ഈ ഫയറിംഗ് മിസൈലിലെ ഒരു മിസൈലിന് ഏതാണ്ട് 40,000 മുതൽ 50,000 വരെ ഡോളറാണ്. ഈ വരുന്ന ഇൻകമിങ് മിസൈൽ ഉണ്ടല്ലോ, അതിനൊരു 1000 മുതൽ 10,000 ഡോളർ വരെ വരുള്ളൂ മാക്സിമം. ഈ റോക്കറ്റും എല്ലാം ആർട്ടിലറി ഷെല്ലൊക്കെ ആണെങ്കിൽ അതിലും വളരെ വിലക്കുറവായ രീതിയിലായിരിക്കും. അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അയൺ ഡോം വർക്ക് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവാണ്. ഷോർട്ട് റേഞ്ച് ത്രെറ്റുകൾക്ക്, എല്ലാ തരത്തിലുള്ള ത്രെറ്റുകളെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് അയൺ ഡോമിന് സാധിക്കും. ഈ അയൺ ഡോമിന് അകത്ത് ഉപയോഗിക്കുന്ന മിസൈലുകളുടെ പേരാണ് ടാമിർ 5 മിസൈൽ. തമീർ 5 എന്നായിരിക്കാം, അല്ലെങ്കിൽ ടാമർ 5 എന്നായിരിക്കാം. പ്രൊണൗൺസിയേഷനിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ മിസൈൽസാണ്. ഒരു യൂണിറ്റ് 20 മിസൈൽ ഉണ്ടായിരിക്കും. ഈ 20 മിസൈലും ഈ കൺട്രോൾ യൂണിറ്റും ഈ ഇൻ്റർസെപ്റ്റർ യൂണിറ്റും കൊടുക്കുന്ന ഫുൾ സെറ്റിന് ഏതാണ്ട് $50 മില്യൺ ചിലവ് വരും. അപ്പോൾ ഈ വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഒരു കോസ്റ്റ് എന്തുമാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആ കോസ്റ്റ് പറയുന്നതിന് റീസൺ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഇനി അയൺ ഡോം സിസ്റ്റം കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറായിട്ടുള്ള സിസ്റ്റമാണ് സ്പൈഡർ സിസ്റ്റം. ഈ സ്പൈഡർ സിസ്റ്റം എയർപ്ലെയിൻ, ഹെലികോപ്റ്റർ, അൺമാൻഡ് വെഹിക്കിൾസ്, അതിൽ നിന്നൊക്കെയുള്ള
അറ്റാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ സ്പൈഡർ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്പൈഡർ സിസ്റ്റത്തിന് 2 ടൈപ്പ് ഓഫ് മിസൈൽസാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒന്ന് പൈത്തൺ 5 മിസൈൽസ്, ഒന്ന് ഡെർബി മിസൈൽസ്, ലോങ് റേഞ്ചിനും ഷോർട്ട് റേഞ്ചിനും ഉപയോഗിക്കുന്ന മിസൈൽസാണ്. ഇതിന് ഏതാണ്ട് 6 മൈൽ വരെയുള്ള ആൾട്ടിറ്റ്യൂഡിൽ ഏതാണ്ട് 75 മൈൽ സർക്കംഫറൻസിൽ ഈ സ്പൈഡർ സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇനി മൂന്നാമത്തെ ലെയറാണ് ഡേവിഡ് സ്ലിംഗ്. ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിലെ ഡേവിഡിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയിലുള്ള അതേ ഡേവിഡ് സ്ലിംഗ് എന്ന പേരാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അമേരിക്കയുമായിട്ട് ചേർന്നിട്ടാണ് ഈ വെപ്പൺ സിസ്റ്റമും ഈ എയർ ഡിഫൻസ് സിസ്റ്റമും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഡേവിഡ് സ്ലിങ്ങിന് ഏതാണ്ട് 186 മൈൽ വിസ്തൃതിയിൽ ആൾട്ടിറ്റ്യൂഡ് 9 മൈൽ പൊക്കത്തിലുള്ള എന്ത് ത്രെറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് 186 മൈൽ സർക്കംഫറൻസ്, പിന്നെ 9 മൈൽ ഹൈറ്റ്, അത്രയും റീജിയനിൽ എന്ത് ത്രെറ്റ് ഉണ്ടെങ്കിലും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റണ്ണർ മിസൈൽസാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റിൽ, അതായത് ഒരു ഫയറിംഗ് യൂണിറ്റിൽ ഏതാണ്ട് 6 മുതൽ 12 മിസൈൽ വരെ ഉണ്ടായിരിക്കും. 12 മിസൈൽ വരെ ഉണ്ടായിരിക്കും. ഇനി നാലാമത്തതും ഏറ്റവും ടോപ്പ് ലെയറിലുമുള്ളതാണ് ആരോ 2 ആൻഡ് ആരോ 3. ആരോ 2 പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് ആരോ 3 ആക്കിയതാണ്. ഈ ആരോ 2, ആരോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പുറത്ത് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ മിസൈൽസിനെ തകർക്കാനായിട്ട് സാധിക്കും. പല ബാലസ്റ്റിക് ക്രൂയിസ് മിസൈൽസും അത്തരത്തിൽ വരുന്ന മിസൈൽസാണ്. അതിനെ തകർക്കാനാണ് ഇത്തരത്തിലുള്ള സംവിധാനം. 62 മൈൽ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റാണ് ഈ ആരോ 2, ആരോ 3ക്ക് ഉള്ളത്. ഇത് 62 മൈൽ ഹൈറ്റിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1491 മൈലാണ്. ഏതാണ്ട് 1500 മൈൽ അല്ലെങ്കിൽ 2250 കിലോമീറ്റർ സർക്കംഫറൻസിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ആരോ 2 ആൻഡ് ആരോ 3 പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ഫയറിംഗ് യൂണിറ്റിൽ ഏതാണ്ട് 6 മിസൈൽസാണുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് ഡിഫറൻസ് ആലോചിച്ച് നോക്കുക. അയൺ ഡോമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40,000 മുതൽ 50,000 വരെയാണ് ഒരു മിസൈലിൻ്റെ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ, അത് ഡേവിഡ് സ്ലിങ്ങിലെത്തുമ്പോൾ $1 മില്യൺ കോസ്റ്റ്. ഒരു മിസൈലിന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ത്രെറ്റിന് പിന്നെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അയക്കുന്ന ഒരു മിസൈലിന് $1 മില്യൺ കോസ്റ്റ്. അവസാനത്തെ ആരോ 2 അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആരോ 2, ആരോ 3 എന്ന് പറയുന്ന സിസ്റ്റത്തിന് മിസൈൽ കോസ്റ്റ് $3 മില്യൺ. ഞാൻ എന്തുകൊണ്ടാണ് ഈ വില പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ അയക്കുന്ന റോക്കറ്റ്സ് അല്ലെങ്കിൽ മിസൈൽസ് ഇപ്പോൾ അവർ ഷെൽ മോട്ടറുകൾ അയക്കാറില്ല. പണ്ട് ഹെസ്ബുള്ളയിൽ നിന്നും ഷെൽ മോട്ടർ അയക്കാറുണ്ട്. ഈ അയക്കുന്നതിനൊക്കെ വളരെ ചെറിയ വില അല്ലെങ്കിൽ വളരെ വില കുറവാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്. ഇത് ഹൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയിൽ അയക്കുമ്പോൾ ഇസ്രായേലിന് തങ്ങളുടെ പക്കലുള്ള വിലയേറിയ ഇൻ്റർസെപ്റ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനെ ബ്രേക്ക് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. ഇതിന് പറയുന്നതാണ് വാർ ഓഫ് അട്രീഷൻ അല്ലെങ്കിൽ അട്രീഷൻ സ്ട്രാറ്റജി എന്ന് പറയും. എന്ന് വെച്ചാൽ എതിരാളിയുടെ പക്കലുള്ള ആയുധങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മളുടെ കയ്യിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എതിരാളികൾ ഇത് പിന്നെ അറ്റാക്ക് ചെയ്ത് തകർത്തിടും. അവർക്ക് അവരുടെ സിസ്റ്റംസ് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ലോഡാവും, യൂട്ടിലൈസ്ഡ് ആവും, അതിനെല്ലാം ലിമിറ്റിലോട്ട് ടെസ്റ്റ് ചെയ്യപ്പെടും. അതാണ് ശരിക്കും ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലോട്ട് അയക്കുന്ന ഓരോ മിസൈലും അവർ തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ 90% മിസൈൽസും അവർ ഡിഫെൻസ് ചെയ്ത് തകർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് വലിയ കോസ്റ്റ് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ അവരുടെ ആർമി യൂട്ടിലറി മെഷീനറിക്കൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഇത് റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. ഇത് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് കുറച്ച് ടൈം എടുത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓരോ മിസൈൽസും. സോ ആ മിസൈൽസ് എല്ലാം വീണ്ടും വീണ്ടും നല്ലൊരു സ്റ്റോക്ക് പൈൽ എന്തായാലും ഇസ്രായേലിൻ്റെ അടുത്ത് ഉണ്ടാവും. പക്ഷേ എത്ര സ്റ്റോക്ക് പൈൽ ഉണ്ടായാലും നമ്മൾ വീണ്ടും വീണ്ടും യൂട്ടിലൈസ് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് പൈൽ കുറയും. സോ നമ്മളത് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതിന് ടൈം എടുക്കും, അതിന് ഭയങ്കരമായ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ വളരെ തുച്ഛമായ ചിലവിൽ ഇറാൻ വളരെ തുച്ഛമായ ചിലവിൽ ഇസ്രായേലിന് വളരെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാ പിന്നെ റോക്കറ്റും നമ്മൾ നിലത്ത് വീഴുമ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്രായേൽ അത്രയും സംഭവം നമ്മൾ ബ്രേക്ക് ചെയ്തു. ശരിയാണ്, അവർ ബ്രേക്ക് ചെയ്തു, ദാറ്റ്സ് എ വെരി ഗുഡ് ജോബ്. പക്ഷേ ദർ ഇസ് എ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഒരു വാർ കോസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാ യുദ്ധങ്ങളിലും ഈ ഏറ്റവും വലിയ നമ്മൾ കാണാതെ പോകുന്ന പല കാര്യങ്ങളിലൊന്നാണ് അതിൻ്റെ വാറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. ഇവിടെ ഇതിൻ്റെ അണ്ടർലൈൻ ഓരോ മിസൈൽ അറ്റാക്കിൻ്റെയും ശരിക്കുമുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനപ്രദേശ കേന്ദ്രങ്ങൾ മാത്രമല്ല,
ഇസ്രായേലിന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഇസ്രായേലിലെ ഡിഫൻസ് സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.